അടി അടി അടിയായി ഇവിടെ. ജനങ്ങൾ വയലന്റ് ആവും. കാരണം വെച്ചാൽ ജനങ്ങൾ സമയത്തിന് എത്തണം. ഈ നേരത്തിനും സമയത്തിന് എത്താനാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് 1 വേ പോകുന്ന റോട്ടിലൂടെ 2 വേ പോകണമെന്ന് പറയുന്ന ഭാഷയല്ല വേണ്ടിയത്. ജനങ്ങൾക്ക് പരിഹാര മാർഗ്ഗമാണ് വേണ്ടിയത്. ഈ റോഡ് ബ്ലോക്ക് അങ്ങ് കൂരിയാടെത്താനായിക്കണതാ. ആംബുലൻസ് ആണ് വരുന്നത് അവിടുന്ന്. കേട്ടോ, ആംബുലൻസിന്റെ ചിഹ്നമാണത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. കൊളപ്പുറത്ത് നാട്ടുകാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ താൽക്കാലിക പാത പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് റോഡിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. ദേശീയപാത നിർത്തിവെപ്പിച്ച കോടതി ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞതോടെ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘത്തിന്റെ കാവലിൽ ദേശീയപാത അധികൃതർ താൽക്കാലിക പാത പൊളിച്ചു നീക്കുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കൂടിയുള്ള റോഡാണിത്. ഗതാഗത കുരുക്ക് നീണ്ടതോടെ വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള യാത്രക്കാർ ഇവിടെ ലഗേജ് ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി പോകുകയാണ് ഉണ്ടായത്. അശാസ്ത്രീയമായ മേൽപ്പാല നിർമ്മാണത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ. പനമ്പുഴ റോഡ് ജംഗ്ഷനിൽ മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് പകരം 200 മീറ്റർ അകലെയാണ് ദേശീയപാത അധികൃതർ മേൽപ്പാലം നിർമ്മിച്ചത്. ഇതേ തുടർന്ന് ഒരു ഭാഗത്തേക്ക് പോകാനുള്ള സംവിധാനം മാത്രമേ നിലവിലുള്ളൂ. മറുഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കൂരിയാട് പോയി ചുറ്റിവരേണ്ട അവസ്ഥയാണ്. അതിനാൽ തന്നെ താൽക്കാലിക പാത പൊളിക്കരുതെന്നും ബദലായി മേൽപ്പാലം നിർമ്മിക്കണമെന്നുമായിരുന്നു പൊതുജനങ്ങളുടെ ആവശ്യം. ഇതിനായി ഹൈക്കോടതിയിൽ പോയി നിർമ്മാണ പ്രവൃത്തിക്ക് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞതോടെ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘത്തിന്റെ കാവലിൽ ദേശീയപാത അധികൃതർ താൽക്കാലിക പാത പൊളിച്ചു നീക്കുകയായിരുന്നു. സർവീസ് റോഡിലൂടെ തന്നെ 2 ഭാഗത്തേക്കും വാഹനം പോകാമെന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത്. എന്നാൽ 6.3 മീറ്റർ മാത്രം വീതിയുള്ള റോഡിലൂടെ ഒരേ സമയം 2 വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കില്ല. അതിനാൽ തന്നെ വലിയ ഗതാഗത കുരുക്കാണ് പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് പനമ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൂടി വരേണ്ടത്. ഒരേ സമയം 2 ഭാഗങ്ങളിൽ നിന്നും വലിയ വാഹനങ്ങൾ കടന്നു വന്നതിനാൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് തുടരുകയാണ്. ഗതാഗത കുരുക്ക് കിലോമീറ്ററുകൾ അപ്പുറം കൂരിയാട് വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് പണി പുനരാരംഭിച്ചപ്പോൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടയുകയും ബഹുജന റാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന പാത കടന്നു പോകേണ്ട ഭാഗത്ത് നിർമ്മിക്കേണ്ടിയിരുന്ന മേൽപ്പാലം 200 മീറ്ററോളം മാറ്റി സ്ഥാപിച്ചതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇതിനു പരിഹാരമായി സംസ്ഥാന പാത കടന്നു പോകുന്നതിന് സമാന്തരമായി ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും കടന്നു പോകാനുള്ള സൗകര്യത്തിന് മേൽപ്പാലം നിർമ്മിക്കണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. എന്നാൽ ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ പോലീസ് കാവലിൽ നിലവിലുള്ള സ്ഥലത്ത് ഇരുവരിപ്പാത നിർമ്മിക്കുവാനും സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി നിലവിലുള്ള താൽക്കാലിക പാത ഒഴിവാക്കാനുമുള്ള നീക്കമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതോടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്നവരും ദുരിതത്തിലായി. നീണ്ട ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതോടെ സമയത്തിന് വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിനായി യാത്രക്കാർ ഇവിടെ ലഗേജ് ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി പോകുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.